മലയാളികൾക്കും മോളിവുഡിനും ആവേശമായ പല സിനിമകളും തിയേറ്ററിൽ എത്തുകയും വലിയ വിജയങ്ങൾ നേടി പോവുകയും ചെയ്തു. ഇനി പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ടെർബോയ്ക്കായാണ്. ടെർബോ ജോസായി മമ്മൂക്ക സ്ക്രീനിൽ നിറഞ്ഞാടുന്നത് കാണാനുള്ള വെമ്പലിലാണ് പ്രേക്ഷകർ. മമ്മൂക്കിക്കൊപ്പം വൈശാഖ് ഒന്നിച്ചപ്പോഴെല്ലാം ഹിറ്റ് എന്നതിൽ താഴേക്ക് പോയിട്ടില്ല. അതിനുദാഹരണമാണ് പോക്കിരി രാജയും മധുരരാജയും ഒക്കെ. അതൊക്കെ തന്നെ ആയിരിക്കാം പ്രേക്ഷകരെ ഇത്രയധികം പ്രതീക്ഷിപ്പിക്കുന്നത്. ഒരു ടെലിവിഷൻ അവതാരകനായി സിനിമയുടെ അമരത്തേക്ക് വന്ന് ഹിറ്റുകൾ സമ്മാനിച്ച് മലയാളത്തിന്റെ ആദ്യത്തെ 100 കോടി എന്ന സ്വപ്നം നേടിത്തന്ന സംവിധായകനാണ് വൈശാഖ്. എബി എബ്രഹാം എന്നാണ് വൈശാഖിന്റെ യഥാർത്ഥ പേര്. ടെലിവിഷൻ അവതാരകനായാണ് വൈശാഖിന്റെ തുടക്കം. പിന്നീടാണ് CID മൂസ, കൊച്ചി രാജാവ്, തുറുപ്പുകുലാൻ, ഇൻസ്പെക്ടർ ഗരുഡ് തുടങ്ങിയ സിനിമകളിൽ ജോണി ആന്റണിയുടെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നരൻ, 2020, റോബിൻഹുഡ് എന്നീ ചിത്രങ്ങളിൽ ജോഷിക്കൊപ്പവും പ്രവർത്തിച്ചു. മമ്മൂട്ടിയും പൃഥ്വിരാജും വേഷമിട്ട പോക്കിരി രാജ എന്ന ആക്ഷൻ ചിത്രത്തിലൂടെ 2010 വൈശാഖ് ഒരു സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. ഉദയകൃഷ്ണയും CBK തോമസുമാണ് അതിന് കഥയൊരുക്കിയത്. 2010 മലയാളത്തിലെ ഏറ്റവും മികച്ച ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമായും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ചെയ്തു ആ ചിത്രം. വൈശാഖിന്റെ അടുത്ത സിനിമ ജയറാം, കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, മനോജ് K ജയൻ എന്നിവർ ഒന്നിച്ചെത്തിയ സീനിയേഴ്സ് എന്ന കോമഡി ത്രില്ലറായിരുന്നു. സച്ചി, സേതു എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന് രചന നിർവഹിച്ചത്. 2012 പുറത്തിറങ്ങിയ മല്ലു സിംഗ് ആയിരുന്നു മൂന്നാമത്തെ ചിത്രം. ഈ 3 ചിത്രങ്ങളും കൊമേഴ്ഷ്യൽ ഹിറ്റായി മാറിയിരുന്നു. 2016 മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് നാഴികക്കല്ലായി മാറിയ വൈശാഖിന്റെ പുലിമുരുകൻ വരുന്നത്. ഉദയകൃഷ്ണയായിരുന്നു തിരക്കഥ. മോഹൻലാലും ജഗപതി ബാബുവും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മോളിവുഡ് ചരിത്രത്തിൽ അന്നേ വരെയുള്ള ചിത്രങ്ങളെ മറികടന്ന് ബോക്സ് ഓഫീസിൽ 100-150 കോടിയും നേടിയ ആദ്യത്തെ ചിത്രമായി മാറി. ഒരു മലയാള സിനിമ ആഘോഷിക്കപ്പെടുന്നതിന്റെ അങ്ങേയറ്റമായിരുന്നു അന്ന് പുലിമുരുകൻ ആഘോഷിക്കപ്പെട്ടത്. പിന്നീട് 2019 പോക്കിരി രാജയുടെ പിൻഗാമിയായി മമ്മൂട്ടി, ജഗപതി ബാബു എന്നിവർക്കൊപ്പമുള്ള മധുരരാജ എത്തി. പോസിറ്റീവ് റിവ്യൂ നേടിക്കൊണ്ട് മധുരരാജ ആഗോളതലത്തിൽ 100 കോടിയിലധികം നേടിയിരുന്നു. അതിനുശേഷം 2022 ഇന്ദ്രജിത്ത്, അന്നാബൻ, റോഷൻ മാത്യു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് അദ്ദേഹം നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രം സംവിധാനം ചെയ്തു. അടുത്ത് തന്നെ മോഹൻലാൽ നായകനായ മോൺസ്റ്റർ എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തു. എന്നാൽ ആ ചിത്രങ്ങൾ വലിയ തോതിൽ വിജയമായിരുന്നില്ല. പക്ഷേ വൈശാഖ് ചെയ്ത ആദ്യ ചിത്രം ഹിറ്റ്. പിന്നീട് മലയാളത്തിലെ ആദ്യ 100 കോടി. മമ്മൂക്കിക്കൊപ്പമുള്ള 2 ചിത്രങ്ങളിൽ ഒന്ന് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ, രണ്ടാമത്തേത് സൂപ്പർ ഹിറ്റ്. ഇനി മൂന്നാമതായി മമ്മൂക്കിക്കൊപ്പം ഒരുങ്ങുന്നത് ടർബോ. അതിന്റെ പിന്നണി നോക്കിയാലും പ്രതീക്ഷയ്ക്ക് വക തരുന്നവ തന്നെയാണുള്ളത്. തിരക്കഥയൊരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസ്, നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി, ആക്ഷൻ ഒരുക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ്, BGM ക്രിസ്റ്റോ സേവ്യർ. മെയ് 23 ടർബോയ്ക്കായി കാത്തിരിക്കാൻ മലയാളികൾക്ക് ഇനി വേറെ എന്താണ് വേണ്ടത്? എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.